കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്ന എല്ലാ പ്രാവശ്യവും നമ്മൾ എക്സാമിന്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇഗ്നോ ഫോക്കസിന്റെ ഓരോ സീരീസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ഇഗ്നോ ഫോക്കസിന്റെ ഫിഫ്ത് സീരീസ് ആണ് ഇത്, ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. ഇത് ഇഗ്നോ ഫോക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇഗ്നോയില് മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ പോകുന്നത് BPCG 173 എന്ന് പറയുന്ന UG ഇലക്റ്റീവ് ആണ് കേട്ടോ. നമ്മുടെ സൈക്കോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അവലോകനാണ് അല്ലെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് പൊതുവേ ലേണേഴ്സിന് എങ്ങനെയും ചില ഒരു കോൺഫിഡൻസ് കുറയും അല്ലെ. എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകള്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്ന സീരീസ് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സമയമാണ് അല്ലെ. നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ ലേണേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മുടെ ഈ ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. നമ്മുടെ ഈ സെഷനിലൂടെ നമ്മൾ ഒഫീഷ്യലി നമ്മളെ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മളെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ പറയാണ്. സിലബസ് മാപ്പിങ്ങിലൂടെ ഏതൊക്കെ ബ്ലോക്കുകൾ, ഏതൊക്കെ യൂണിറ്റുകളാണ് ഹൈലി റിലവന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് റീസെന്റ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് നിന്നാണ് ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്ത് വന്നിട്ടുള്ളത്, ഹൈ ഈൽഡഡ് ആയിട്ടുള്ള ഏരിയാസുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്ന ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ്. അതായത് നമ്മൾ സിലബസ് മാപ്പിങ്ങിലൂടെ നമ്മുടെ സിലബസിലുള്ള നമ്മുടെ BPCG 173 എന്ന് പറയുന്ന പേപ്പറിലുള്ള ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഓരോ സെഷൻസ് എടുത്ത് നോക്കുകയാണ്. നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ബ്ലോക്കിൽ എത്ര യൂണിറ്റുകൾ ഉണ്ട്, ഓരോ ടോപ്പിക്സ്. അതായത് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത് നമ്മുടെ ഒരു 4 വർഷത്തോളം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ അതിന്റെ ബേസിൽ നമ്മൾ ഈ ബ്ലോക്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഓരോ യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ ടോപ്പിക്സ് ഏതൊക്കെയാണ്, പാസ്റ്റ് റെലവെന്റ് ആയിട്ട് ചോദിച്ചത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ സിലബസ് മാപ്പിങ്ങിലൂടെ നോക്കുന്നത്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ എക്സാമിൽ എന്താണ്, നമുക്ക് ഓരോ ഫോർമാറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സെക്ഷനിങ് ഉണ്ടാവും. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്നുള്ള രീതിയിലൊക്കെ ഫോർമാറ്റ്സുകൾ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മാർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. സെക്ഷൻ എയിൽ ഇത്ര മാർക്കായിരിക്കും, സെക്ഷൻ ബിയിൽ ഇത്ര മാർക്കായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പിന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അതായത് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പേപ്പറിൽ ഹെൽത്ത് ഇൽനെസ് കോണ്ടിനം എന്താണ്, റിലാക്സേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് നമ്മൾ നോക്കും. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അതായത് നമ്മൾ ഡാറ്റാ ബേസിൽ നമ്മൾ റേറ്റിംഗ് കൊടുക്കുകയാണ്. ഏറ്റവും പ്രോബബിൾ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഹൈ ഫ്രീക്വന്റ്ലി ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. നമ്മൾ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് ബയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സോഷ്യൽ ഫാക്ടേഴ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ചില ടോപ്പിക്സുകളൊക്കെ നോക്കി, അതായത് പ്രോബബിലിറ്റി ബേസ്ഡ് നമ്മൾ ടോപ്പിക്സ് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഉണ്ട്. നമ്മൾ ഈ സെഷന്റെ ലാസ്റ്റിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീംസും ഒരു എക്സാം ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക, അപ്പൊ അതിന്റെ മാർക്ക് അലോക്കേഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇത് ബിൽഡ് ചെയ്ത് വെച്ചാല്, നമ്മൾ ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു,
ഇതിനെ സിലബസ് യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് വ്യക്തമായിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യുന്നത്. അതിൽ ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ട്, അതിൽ ഫ്രീക്വൻസി ആയിട്ടും റെക്കറന്റ് ആയിട്ടും റീസെന്റ് ആയിട്ടും ചോദിച്ച ചോദ്യങ്ങളുടെ ബേസിൽ നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ അതിനെ ഓരോ പാറ്റേൺ ആക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾ ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിട്ടില്ല. അപ്പൊ ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം നമ്മൾ ഈ 2022 മുതൽ ജാനുവരി 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഏതൊക്കെ സെക്ഷൻ ആണ്, ഏതൊക്കെ ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നത് ബ്ലോക്ക് വൈസ് ആയിട്ടാണ്. നമ്മുടെ ഓരോ ബ്ലോക്കിലും നമുക്കറിയാം, നമ്മുടെ ബ്ലോക്കിൽ നമ്മുടെ ഈ പേപ്പറിൽ 4 ബ്ലോക്സ് ആണ് ഉള്ളത്. ഓരോ ബ്ലോക്കിലും നമുക്ക് 3 യൂണിറ്റ് വീതം ഉണ്ട് അല്ലെ. അപ്പോ നമ്മൾ അതിൽ ഏതൊക്കെയാണ് എക്സാമിന് റെലവെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ടോപ്പിക്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ്. അതിൽ നമുക്ക് 3 യൂണിറ്റ് ആണ്. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്നുള്ള യൂണിറ്റ് ആണ്. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 0 ആണ്. ലോ റെലവെന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് കേട്ടോ. ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റ് ആണ് മോഡൽ ഓഫ് ഹെൽത്ത്, അതായത് ബയോ സൈക്കോ സോഷ്യൽ എന്ന് പറയുന്ന യൂണിറ്റ്. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ആ യൂണിറ്റിന്റെ അപ്പിയറൻസ് എക്സാമിൽ 1 ആയതുകൊണ്ട് 1 എന്ന് പറയുന്നത് ലോ റെലവെന്റ് ആണ്. പിന്നെ ബ്ലോക്ക് 1 തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 ഹെൽത്ത് ഇൽനെസ് ആൻഡ് കോണ്ടിനം എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പിയറൻസ് 5 ആണ്. മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 2 നമ്മൾ 3 യൂണിറ്റുകൾ ഉണ്ട്. ഈ 3 യൂണിറ്റിൽ ലോ റെലവെന്റ് ആയിട്ട്, അതായത് 1 അപ്പിയർ ചെയ്തിട്ടുള്ളത് കൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 2 3 അതായത് സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് അസസ്മെന്റ്, ഇഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് എന്ന് പറയുന്ന ഈ 2 യൂണിറ്റുകളും 0 അപ്പിയറൻസും ലോ റെലവൻസും ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. അതിലെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന യൂണിറ്റ് 1 0 അപ്പിയറൻസും ലോ റെലവൻസും ആണ്. ബ്ലോക്ക് 3 സെക്കൻഡും തേർഡും യൂണിറ്റുകൾ റിലാക്സേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്, ടൈം മാനേജ്മെന്റ് ആൻഡ് റെസിലിയൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ അപ്പിയറൻസ് 0 ആണ്. അതേപോലെ തന്നെ ഇതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് കേട്ടോ. ബ്ലോക്ക് 4 ഇതേപോലെ തന്നെ 3 യൂണിറ്റുകളാണ് ഉള്ളത്. പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ബ്ലോക്കിൽ നമ്മുടെ 3 യൂണിറ്റിൽ സെക്കൻഡ് യൂണിറ്റ് ആയ മെന്റൽ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഹെൽത്ത് സീക്കിംഗ് എന്ന് പറയുന്ന യൂണിറ്റിന് അപ്പിയറൻസ് പറയുന്ന 1 ആണ്. ലോ റെലവെന്റ് ആണ്. ബാക്കിയുള്ള യൂണിറ്റ് 1 യൂണിറ്റ് 3 അതായത് ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ സെക്ഷൽ ഹെൽത്ത് ആൻഡ് റിസ്ക് ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് തേർഡ് യൂണിറ്റ് 0 അപ്പിയറൻസും ലോ റെലവൻസും ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു പിക്ചർ കാണിക്കുന്ന ഒരു ബാർ ചാർട്ട് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മുടെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 6 ആണ്. ഓക്കെ, അപ്പൊ അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. സെക്കൻഡും അതേപോലെ തന്നെ 4th ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 1 ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്ന 1 ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് 0 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 22 മുതൽ അതേപോലെ ജൂൺ 23, ഡിസംബർ 24, ജൂൺ 25 എന്നിയുള്ള ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ഹീറ്റ് മാപ്പ് സമ്മറിയാണ് നോക്കുന്നത്. ബ്ലോക്സിന്റെയും യൂണിറ്റ് വൈസിന്റെയും. ഇതിൽ നമ്മൾ കളർ കണ്ടോ, 0, 1, 2, 3, 4, 5 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പൊ അത് യെല്ലോ എന്ന് പറയുന്ന കളർ ആകുമ്പോഴത്തേക്ക് ഹൈ ഫ്രീക്വന്റ് ആണ്. അപ്പൊ നമ്മുടെ ബ്ലോക്ക് 1 ഹൈ ഫ്രീക്വന്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് യൂണിറ്റ് 3 ബാക്കിയുള്ള പേപ്പേഴ്സിൽ, അതായത് നമ്മുടെ ബ്ലോക്ക് 2 ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമുക്കൊരു മീഡിയം ആയിട്ട് ഉള്ള ഫ്രീക്വൻസി പറയാം. ബ്ലോക്ക് 2 ഒരു മീഡിയം എന്നുള്ള രീതിയിൽ പറയാം. ബ്ലോക്ക് 3 എത്തുന്ന സമയത്ത് ഭയങ്കര ലോ റെലവെന്റ് ആയിട്ടാണ്, ലോ ഫ്രീക്വൻസി ആണ് കാണിക്കുന്നത് കേട്ടോ. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് യൂണിറ്റ് 2 ആണ് പിന്നെ ഒരു മീഡിയം ഫ്രീക്വൻസി കാണിക്കുന്നത്. ഇനി നമ്മളൊരു ഇൻസൈറ്റ് ബോക്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഓവറോൾ ഫ്രീക്വൻസി നോക്കുന്ന സമയത്ത് നമ്മൾ 4 PYQ സെഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, PYQs അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഹെൽത്ത് ഇൽനെസ് ക്വാണ്ടിനം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഡയറക്റ്റ് തന്നെ ചോദിച്ചതാണ്. ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. അതിൽ നമുക്ക് മോഡൽസ് ഓഫ് ഹെൽത്ത് വരുന്നത്, അതായത് ബയോ സൈക്കോ സോഷ്യൽ ഇന്റഗ്രേറ്റ്സ്, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫാക്ടേഴ്സ്. പിന്നെ മൂന്നാമത്തെ വരുന്ന കൺസെപ്റ്റ് ഓഫ് സോഴ്സ് എന്ന് പറയുന്നത്
കൺസെപ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്, അതിൽ കോ ഡെഫിനിഷൻ ഐറ്റംസ്. ഈ എവിഡൻസ് ഒക്കെ കാണിക്കുന്ന സെഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ 1ഉം ക്വസ്റ്റ്യൻ 2, ജൂൺ 2023 ക്വസ്റ്റ്യൻ 1 and 2, ഡിസംബർ 2024 ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 4, ജൂൺ 2025 ക്വസ്റ്റ്യൻ 1 to ക്വസ്റ്റ്യൻ 2. ഓക്കെ, ഇനി ടോപ്പ് 3 വാച്ച് ലിസ്റ്റ് ടോപ്പിക്സ് ആണ്, അതായത് റിക്കറന്റ് ആയിട്ട് എല്ലാ സെക്ഷൻസിലും, അതായത് നമ്മൾ അറിയില്ല ലൈക്ലി സ്പിൽ ഓവർ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് റിലാക്സേഷൻ, മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്. അത് നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് കേട്ടോ. ടൈം മാനേജ്മെന്റിൽ ടെക്നിക്സ് എക്സ്പ്ലിസിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്ഷൽ ഹെൽത്തിൽ നമ്മൾ ഡെഫിനേഷൻ പ്ലസ് അതിന്റെ പ്രോബ്ലംസും കൂടെ ആഡ് ചെയ്യണം. ഇനി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് കേട്ടോ പറയുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി. നമ്മൾ ഈ 4 പേപ്പേഴ്സ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് തിമാറ്റിക് എക്സസൈസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടോ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടോ ഡിസ്കസ് അല്ലെങ്കിൽ എലൂസിഡേറ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതായത് നമ്മൾ യൂഷ്വലി പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ പ്രോംപ്റ്റ് പോലെ. അപ്പൊ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതേണ്ട 400 വേർഡ്സിലാണ് നമ്മൾ എസ് എഴുതേണ്ടത്. ഏകദേശം പറയുകയാണെങ്കിൽ 20 മാർക്സ് ആണ് കേട്ടോ. അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. സെക്കൻഡ് ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ലെഡ് എസ് ആണ്. അതായത് വാട്ട് ഈസ് എന്ന് വെച്ചിട്ടോ ഡിഫൈൻ അല്ലെങ്കിൽ ദെൻ എക്സ്പ്ലെയിൻ എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്ലൈ എന്നൊക്കെ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഓപ്പൺ ആയിട്ട് 5+50 എന്നുള്ള ഫോർമാറ്റിലോ അല്ലെങ്കിൽ 10+10 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയായിരിക്കും കിടക്കുക. ഇതും അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 400 വേർഡ്സിലാണ് നമ്മൾ ഈ ഒരു എസ് എഴുതേണ്ടത്. ഇതിനും 20 മാർക്സ് തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നീടുള്ള മൂന്നാമത്തെയാണ് അനലിറ്റിക്കൽ ഒരു കമ്പാരറ്റീവ് എസ്സേസ്. അതായത് അനലിറ്റിക്കൽ ആൻഡ് കമ്പാരറ്റീവ് എസ്സേ എന്ന് പറയുന്നത് നമ്മളടുത്ത് കമ്പയർ ചെയ്യാൻ പറയൂലേ, കമ്പയർ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്മളടുത്ത് അനലൈസ് ചെയ്തിട്ടൊക്കെ എഴുതാൻ പറയും. ക്രിട്ടിക്കലി അനലൈസ് അല്ലെങ്കിൽ കമ്പയർ മോഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന എസ്സേസ്. ഇതും 20 മാർക്സ് ആണ്. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 400 വേർഡ്സിന് നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. പിന്നെ ഉള്ളതാണ് ഷോർട്ട് നോട്ട്സുകൾ. അതായത് 2x10 എന്നുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്സുകൾ 2 സബ് പാർട്സുകൾ ഉണ്ടാവും. ഓരോന്നും 200 വേർഡ്സ് ഈച്ച് ആക്കിയിട്ട് എഴുതാം. നമ്മൾ ഓരോന്നും 200 വേർഡ്സ് വെച്ചിട്ട് എഴുതാം. അപ്പൊ ടോട്ടൽ 20 മാർക്സ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ്, ആ ഒരു ബേസിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ ടോപ്പ് 4 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അതിന്റെ വെയിറ്റ് ബേസിൽ. തിമാറ്റിക് എസ്സേസ് എന്ന് വെച്ചാൽ കോർ കൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ടോപ്പിക്സിലുള്ള അതായത് സ്ട്രെസ് എഫക്ട്സ്, മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പോൾ ടിപ്പിക്കലി പറയുന്ന സമയത്ത് 20 മാർക്സ് ആണല്ലോ അല്ലെ നമ്മുടെ തിമാറ്റിക് എസ്സേക്ക് വരിക. അപ്പോൾ നമ്മൾ 400 വേർഡ്സിലാണ് റെസ്പോണ്ട് ചെയ്യുക. അതായത് ഡെഫിനേഷൻസ് കൊടുക്കുക, സബ് ഹെഡിങ്സ് കൊടുക്കുക, നമുക്ക് ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഡയഗ്രാംസ് വരക്കുക, റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ, മെക്കാനിസംസ് പറയാ, അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ തിമാറ്റിക് എസ്സേസ് എഴുതാം. ഷോർട്ട് നോട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടെ പ്രിസിഷൻ ആയിട്ട് കൊടുക്കുക, പ്രിസൈസ് ആയിട്ട് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എന്താണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അത് മാത്രം ഫോക്കസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ അക്യൂട്ട് വേഴ്സസ് ക്രോണിക് പെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് മാത്രം സ്ട്രെസ് ചെയ്തിട്ട് എഴുതാം. നമ്മൾ ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് കൊടുക്കുക, ഒരു 3 to 4 കീ പോയിന്റ്സ് ആഡ് ചെയ്യുക, ഒരു മിനിമം ഒരു എക്സാമ്പിൾ ഒക്കെ ആഡ് ചെയ്യുക ഓരോ നോട്ടിനും കേട്ടോ. അങ്ങനെയാണ് ടോട്ടൽ 20 പോയിന്റ്സ് പറയുന്നത്. ഇനി ഡെഫിനിഷൻ ലെഡ് എസ്സേസ്, അതായത് ഈ എസ്സേസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ വാട്ട് ഈസ് അല്ലെങ്കിൽ ഡിഫൈൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, ടൈപ്സ് ആഡ് ചെയ്യുക, കോൺസിക്വൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മളടുത്ത് എക്സാമ്പിൾ ആയിട്ട് സ്ട്രെസ് പ്രോണസ് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കില്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് കൊടുത്തിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നല്ല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇലാബറേറ്റ് ആക്കിയിട്ട് എഴുതുക. അതാണ് ഡെഫിനിഷൻ ലെഡ് എസ്സേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മാർക്സ് പൊതുവെ ഇടാറ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാ കൊടുക്കാറ്. 5+15 അല്ലെങ്കിൽ 10+10 എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. ഇതും 20 മാർക്സ് ആണ് കേട്ടോ. ഇനി അനലിറ്റിക്കൽ കമ്പാരറ്റീവ് എസ്സേസ് എഴുതുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ കമ്പാരിസൺസ് ആണ് എഴുതേണ്ടത്. കമ്പയർ ചെയ്തിട്ട് ഇവരുടെ ഡിഫറൻസ് എന്തൊക്കെയാന്നുള്ള കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ എഴുതേണ്ട എസ്സേസ് ആണ് അനലിറ്റിക്കൽ അല്ലെങ്കിൽ കമ്പാരറ്റീവ് എസ്സേസ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയണെങ്കിൽ മെഡിക്കൽ വേഴ്സസ് ഹോളിസ്റ്റിക് മോഡൽസ് എഴുതാം. നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, ഏതെങ്കിലും 3 മോഡൽസിനെ അനലൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിന്റെ ക്രൈറ്റീരിയ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എഴുതുക, പോയിന്റ് ബൈ പോയിന്റ് കമ്പാരിസൺസ് എഴുതുക, റീസൺസ് എഴുതുക, അതായത് കൺക്ലൂഷൻ റീസൺസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഈ ഒരു എസ്സേ എഴുതേണ്ടത് കേട്ടോ. ഇതും അപ്രോക്സിമേറ്റ് ആയിട്ട് 400 വേർഡ്സിൽ എഴുതുക, ഏകദേശം 20 മാർക്സിന്. ഓക്കെ, ഇനി
നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ സിലബസ് ബ്ലോക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ടാബിളിൽ കാണിക്കുന്ന എങ്ങനെയാ വെച്ചാല് നമ്മുടെ BPCG 173 എന്ന് പറയുന്ന പേപ്പറിൽ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്നാണ് അനലൈസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2024, ജൂൺ 2025 പ്ലസ് ആവറേജ് മാർക്സ് ഓരോ പേപ്പറിന്റെ ആവറേജ് മാർക്സ്, അതേപോലെ തന്നെ ടോട്ടൽ പെർസെന്റേജ് ഷെയർ. ഓക്കെ, ഇപ്പൊ ആവറേജ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100 ആണ് കേട്ടോ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് ഇപ്പൊ ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് 4 ബ്ലോക്കുകൾ നമ്മുടെ ഈ പേപ്പറിലുണ്ട്. 2022 ബ്ലോക്ക് 1-ലാണെന്നുണ്ടെങ്കിൽ 40 ആണ് ചോദിച്ചിട്ടുള്ളത്, 40 മാർക്സ്. പിന്നെ 2-ല് 20, 3-ല് 20, 4-ല് 60. ജൂൺ 2023 നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1-നും അതേപോലെ തന്നെ സെയിം ആണ് മാർക്ക് വന്നിട്ടുള്ളത്, 40, 20, ബ്ലോക്ക് 2-ന് 20, ബ്ലോക്ക് 3-ന് 20, ബ്ലോക്ക് 4-ന് 20. ഓക്കെ, 2023 ജൂൺ എത്തിയപ്പോഴത്തേക്ക് ബ്ലോക്ക് 4-ന്റെ ഡ്രോപ്പ് ആയി അല്ലെ. ഇനി ഡിസംബർ 2024 വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ബ്ലോക്ക് 1-ന്റേത് കുറഞ്ഞു. ബ്ലോക്ക് 1-ന് 20 ആണ്, ബ്ലോക്ക് 2-ന് 20, ബ്ലോക്ക് 3-ക്ക് 20, ബ്ലോക്ക് 4-ന് വീണ്ടും എന്താണ് ഡിസംബർ 2022 പാറ്റേണിലേക്ക് തന്നെ തിരിച്ചു വന്ന് 60 ആയി. ഓക്കെ, ജൂൺ 2025 എത്തുന്ന സമയത്ത് വീണ്ടും പഴയ പോലെ തന്നെ 40 ആയി, ബ്ലോക്ക് 2-ല് 20 ആയി, ബ്ലോക്ക് 3-ക്ക് 20 ആയി, ബ്ലോക്ക് 4 ആയപ്പോഴത്തേക്ക് 0 ആയി. അപ്പോ ആവറേജ് മാർക്സ് എങ്ങനെയാ വരുന്നത് വെച്ചാല് ബ്ലോക്ക് 1-ന് 35 ആണ്, ബ്ലോക്ക് 2-ന് 20, ബ്ലോക്ക് 3-ക്ക് 20, ബ്ലോക്ക് 4-ന് 35. ഓക്കെ, അപ്പൊ ടോട്ടൽ പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് ബ്ലോക്ക് 1-ന് 35 ആണ്, ബ്ലോക്ക് 2-ക്ക് 20 ആണ്, ബ്ലോക്ക് 3-ക്ക് 20, ബ്ലോക്ക് 4-ന് 35. ഓക്കെ, ഇനി ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. നമ്മളൊരു ഒരു ഫിഗർ പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇയർലി നമ്മളൊരു തിമാറ്റിക് എസ്സേന്റെ വെയിറ്റേജ്, ഷോർട്ട് നോട്ട്സിന്റെ വെയിറ്റേജ്, ഡെഫിനിഷൻ ലെഡ് എസ്സേസിന്റെ വെയിറ്റേജ്, അനലിറ്റിക്കൽ കമ്പാരറ്റീവ് എസ്സേസിന്റെ വെയിറ്റേജ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് 2022 ഡിസംബറിൽ എന്ത് ചെയ്തു, അതിന്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്ത്, അതായത് 2025 ഹൈ ആയിരുന്നു തിമാറ്റിക് എസ്സേന്റേത്, പിന്നെ അത് 2023, 2024, 2025 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, 2024 നല്ല രീതിയിൽ ഡ്രോപ്പ് ആയി, പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കോൺസ്റ്റന്റ് ആക്കി പോയി. അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് നോട്ട്സുകളുടേത് 20 ആയിരുന്നു, അത് വലിയ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാ പോയിട്ടുണ്ടായിരുന്നത്. ജൂൺ 23 ആയപ്പോഴത്തേക്ക് 20-നേക്കാളും കൂടി, അതായത് 35 എന്നുള്ള രീതിയിലേക്ക് എത്തി. 24 ആയപ്പോഴത്തേക്ക് ഇതും 35-നേക്കാളും കുറഞ്ഞു, 20-നേക്കാളും കൂടുതലായി. പിന്നെ ജൂൺ 25 ആയപ്പോഴത്തേക്ക് അത് കോൺസ്റ്റന്റ് ആയിട്ട് പോയി. പിന്നെ നമ്മുടെ ഡെഫിനിഷൻ ലെഡ് എസ്സേസിന് 2022 ഡിസംബറിൽ ഭയങ്കര ഡ്രോപ്പ് ആയിരുന്നു, പേപ്പർ പെർസെന്റേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അത് ഇൻക്രീസ് ആയത് ജൂൺ 2023-ലാണ് ഒരു 35 എന്നുള്ള രീതിയിൽ എത്തി. പിന്നീട് ഡിസംബർ 2024 അത് ചെറിയ രീതിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ജൂൺ 25 വരെ പോയി. പിന്നെ അനലിറ്റിക്കൽ എസ്സേസ് അല്ലെങ്കിൽ കമ്പാരറ്റീവ് എസ്സേസ് ഇതേപോലെ തന്നെ 0-ൽ അങ്ങനെ 2022-ലും 23-ലും അങ്ങനെ 0 തന്നെ ആയിരുന്നു. പിന്നെ അവിടെ സ്ലൈറ്റ് ഒരു ഇൻക്രീസ് വന്നു, ആ ഇൻക്രീസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2024-ലും 25-ലും അങ്ങ് പോയി. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് പറയുന്നത്, നമ്മുടെ ഈ 4 സെഷൻസ് എടുത്തിട്ടുള്ള പാറ്റേൺ ഹൈലൈറ്റ്സ്. നമ്മൾ എസ്സേ ഡോമിനന്റ് ബട്ട് സ്റ്റെബിലൈസ്, അതായത് തിമാറ്റിക് എസ്സേസ് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് 87%-ൽ നിന്നും ഒരു 50% ആയിട്ട് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അതായത് ഷോർട്ട് നോട്ട്സ് ഒന്നും കൂടെ സ്റ്റഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡെഫിനേഷൻ ലെഡ് പ്രോംസ് ജൂൺ 2023 ഒരു സ്പൈക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് 29% കാണിച്ചു, നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞ പോലെ. പിന്നീട് അത് സെറ്റിൽ ചെയ്ത് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് 12.5% എന്നുള്ള രീതിയിലെത്തി. നമ്മൾ അതായത് കമ്പാരറ്റീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടാസ്കിന് ഒന്നും കൂടെ എന്താണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ബൈ ബ്ലോക്ക് വെയിറ്റ് ക്ലസ്റ്റേഴ്സ്, അതായത് നമ്മൾ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 4-ന് ബൈ ബ്ലോക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അതായത് ബ്ലോക്ക് 3-ലുള്ള ടെക്നിക്സും കാര്യങ്ങളും എല്ലാ ഇയറിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 1-ഉം 4-ഉം 3-ന്റെയും എല്ലാ ഇയറിലും എന്ത് ചെയ്തു, ഇങ്ങനെ മോഡൽ സെൽ കോണ്ടിനം, സെക്ഷൽ ഹെൽത്ത്, ക്രോണിക് ഇൽനെസ്, സൈക്കോസൊമാറ്റിക്കൽ സബ്സ്റ്റൻസ് യൂസ് എന്നൊക്കെ പറയുന്ന ബ്ലോക്ക് 1-ലും 4-ലുള്ള ടോപ്പിക്സും അത് വിത്ത് നമ്മളെ ടെക്നിക്സ്, റിലാക്സേഷൻ, മൈൻഡ്ഫുൾനെസ്, ടൈം മാനേജ്മെന്റ് എല്ലാ ഇയറിലും കാണിച്ചിട്ടുണ്ടായിരുന്നു.
ടോപ്പിക്സ് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവുക 3 ഹവറിനാണ് നമ്മുടെ എക്സാം ഉണ്ടാവുക. 100 മാർക്സിനാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വിത്തിൻ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 400 വേർഡ്സിൽ ആൻസർ ചെയ്യണം. ഷോർട്ട് നോട്ട്സുകളാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 200 വേർഡ്സിൽ ആൻസർ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ആവറേജ് ഷെയറിന്റെ ബേസിൽ നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 140 മിനിറ്റ്സ് ആണ് ഓരോ എസ്സേ ടൈപ്പ് ആൻസേഴ്സിലും നമ്മൾ കൊടുക്കണ്ടേ. ഓരോ എസ്സേക്കും നമ്മൾ കൊടുക്കേണ്ട എന്താണ് 140 മിനിറ്റ്സ്. 140 മിനിറ്റ്സ് പറയുമ്പോഴത്തേക്ക് എത്രയായി? നമ്മുടെ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് 140 മിനിറ്റ്സ് പറയുമ്പോഴത്തേക്ക് 2 hour and 20 മിനിറ്റ്സ് എന്നുള്ളതാണ് കേട്ടോ. അതായത് മൊത്തമായിട്ട് എല്ലാ എസ്സേ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അതേപോലെ അപ്രോക്സിമേറ്റ് ആയിട്ട് 35 മിനിറ്റ് പെർ 20 മാർക്ക് എസ്സേ, അതായത് 35 മിനിറ്റ് ആണ് നമ്മളൊരു 20 മാർക്കിന്റെ എസ്സേ എഴുതാൻ എടുക്കേണ്ടത്. അതായത് ഷോർട്ട് എസ്സേസ് ഒക്കെ എടുക്കേണ്ടത്. ഓക്കെ, അതായത് 20 മാർക്കിന്റെ എസ്സേസ് എഴുതാൻ എടുക്കുന്നത് അരമണിക്കൂർ. അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് 35 മിനിറ്റ്സ് ഒരു 20 മാർക്കിന്റെ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മളടുത്ത് 4 അറ്റംപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് 40 മിനിറ്റ് ആണ് ടോട്ടൽ ആയിട്ട് ഒരു ഷോർട്ട് നോട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മള് 10 മിനിറ്റ് ഒരു ഷോർട്ട് നോട്ടിന് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 10 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. പിന്നെ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളൊരു ഫൈനൽ റിവ്യൂസ് അല്ലെങ്കിൽ ഡയഗ്രാംസിന് വേണ്ടിയിട്ട് വെക്കാം. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാൻ നമ്മൾ ഏകദേശം 2 മണിക്കൂറും 20 മിനിറ്റ് കൊടുക്കും. അതിൽ ഒരു എസ്സേക്ക് നമ്മൾ ഏകദേശം 35 മിനിറ്റ് വെക്കാം. അങ്ങനെ നമുക്ക് 4 എസ്സേസുകൾ എഴുതാനുണ്ടാവും. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷോർട്ട് എസ്സേസ് എഴുതാൻ 10 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ നമ്മൾ എക്സാം എഴുതേണ്ടത്. ടൈം മാനേജ്മെന്റ് അങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്. അതില് പിന്നെയുള്ള എക്സ്ട്രാ 10 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാനോ ഓർഡർ ചെയ്യാനൊക്കെ വെക്കുക. പിന്നെ ലാസ്റ്റ് ഉള്ള ഒരു 10 to 15 മിനിറ്റ് നമ്മൾ ഫൈനൽ റിവ്യൂസിന് വേണ്ടി പേപ്പർ ജസ്റ്റ് ഒന്ന് ഫൈനൽ റിവ്യൂ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഡയഗ്രാംസ് വരക്കാനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നമുക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മുടെ ബ്ലോഗ്സ് യൂണിറ്റ് ടോപ്പിക്സ് വൈസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ്. ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. നമ്മൾ കൗണ്ടിന്റെ ബേസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് എന്ന് പറയുന്നത് കമ്പയർ ഓർ എക്സ്പ്ലെയിൻ മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് 4 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 4 പേപ്പേഴ്സിലും കൗണ്ട് എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ. റിക്കർ ആയിട്ട് ചോദിച്ചിട്ട് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെഡിക്കൽ, ഹോളിസ്റ്റിക് ആൻഡ് ബയോ സൈക്കോ സോഷ്യൽസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ റിലാക്സേഷൻ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഓർ ബയോ ഫീഡ്ബാക്ക് ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. ഓക്കെ, കൗണ്ട് എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ് ആൻഡ് ഒബിസിറ്റി ഓർ ഫാക്ടേഴ്സ് ലിങ്ക്ഡ് ടു ഒബിസിറ്റി. ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുള്ളത് 3 പ്രാവശ്യമായിരുന്നു. നമ്പർ ഓഫ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. നാലാമത്തെയാണ് എക്സ്പ്ലെയിൻ ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം, അതായത് ഡെഫിനേഷൻസ്, സിഗ്നിഫിക്കൻസ് ചെയ്ത് ഇതും 3 തന്നെയാണ് ഇതിന്റെ കൗണ്ട് വരുന്നത്. പിന്നെ അഞ്ചാമത്തെയാണ് ഡിസ്ക്രൈബ് ദ ഹെൽത്ത് ഇൽനെസ് കോണ്ടിനം, അതായത് വിത്ത് അല്ലെങ്കിൽ വിത്തൗട്ട് ഡയഗ്രാം വരച്ചിട്ടോ അല്ലെങ്കിൽ വരക്കാതെയോ നമ്മളെടുത്ത് ഹെൽത്ത് ഇൽനെസ് കോണ്ടിനത്തിനെ കുറിച്ചിട്ട് എഴുതാൻ അത് ഇതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് സോഴ്സ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കൺസെപ്റ്റ് ആൻഡ് സോഴ്സ് എന്ന് പറയുന്നത് അപ്പിയറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഏഴാമത്തെ എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടൂൾസ് അല്ലെങ്കിൽ അപ്രോച്ചസ് ഒക്കെ ഇതിന്റെ അപ്പിയറൻസും പറയുന്നത് 2 ആണ് കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എട്ടാമതായിട്ട് ചോദിച്ച ടോപ്പിക് ആണ് സെക്ഷൽ ഹെൽത്ത് കൺസെപ്റ്റ് ആൻഡ് പ്രോബ്ലംസ് പറയുന്നത് അപ്പിയറൻസ് എന്ന് പറയുന്നത് 2 തന്നെയാണ് കേട്ടോ. ഇനി പത്താമത്തേതാണ് ടൈം മാനേജ്മെന്റ്, അതായത് കൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്.
ഇതെന്ന് പറയുന്നത് നമ്മളെ ഡിസംബർ 2022 മുതൽ ജൂൺ 2025 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അനലൈസ് ചെയ്തതാണ്. നമ്മളെ ടൈം മാനേജ്മെന്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. ഇനി ഇതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻസ് മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ബയോസൈക്കോ സോഷ്യൽ എന്ന് പറയുന്നത് നമ്മളെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്പിയറൻസ് 4 ആണ്, ആവറേജ് മാർക്ക് 20 ആണ്. റിലാക്സേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ് ഓർ ബയോ ഫീഡ്ബാക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 7 എന്ന് പറയുന്ന ടോപ്പിക് ആണ്, അപ്പിയറൻസ് 3 ആണ്, 20 മാർക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഫുഡ് ഡയറ്റ് ആൻഡ് ഒബിസിറ്റി ഓർ ഒബിസിറ്റി ഫാക്ടേഴ്സ് ബ്ലോക്ക് 4 യൂണിറ്റ് 9 അതേപോലെ തന്നെ യൂണിറ്റ് 12 ടോപ്പിക് ആണ്, അപ്പിയറൻസ് 3 ആണ്. ഇവിടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 16.7 ആണ്. പിന്നീടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ബ്ലോക്ക് 4 യൂണിറ്റ് 12 ടോപ്പിക് ആണ്, അപ്പിയറൻസ് 3 ആണ്, ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 16.7 ആണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇൽനെസ് ക്വാണ്ടിറ്റം എന്ന് പറയുന്നതാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 1.4 സെക്ഷനിലെ ടോപ്പിക് ആണ് കേട്ടോ, അപ്പിയറൻസ് 2 ആണ്, 15 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സോഴ്സ് ഓഫ് സ്ട്രെസ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 3.4 എന്ന് പറയുന്ന സെക്ഷനിലെ ടോപ്പിക് ആണ്, അപ്പിയറൻസ് 2 ആണ്, ആവറേജ് മാർക്ക് 15 ആണ് കേട്ടോ. പിന്നെ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 3.5 എന്ന് പറയുന്ന സെക്ഷനിലെ ടോപ്പിക് ആണ്, ഇതിന്റെ അപ്പിയറൻസും 2 ആണ്, ആവറേജ് മാർക്ക് 10 ആണ് വരുന്നത്. പിന്നെ എഫക്ട് ഓഫ് സ്ട്രെസ് പെർഫോമൻസ് ഓർ പ്രൊഡക്ടിവിറ്റി ഓർ റിലേഷൻഷിപ്പ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ടോപ്പിക് ആണ്, അപ്പിയറൻസ് 2 ആണ്, ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ സെക്ഷൽ ഹെൽത്ത് കൺസെപ്റ്റ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 9 ആണ്, 9.3 എന്ന് പറയുന്ന സെക്ഷനിലെ ആണ്, അപ്പിയറൻസ് 2 ആണ്, 20 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. പിന്നെ ടൈം മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 അതിൽ 8.3 എന്ന് പറയുന്ന സെക്ഷനിൽ അപ്പിയറൻസ് 2 ആണ്, ആവറേജ് മാർക്ക് 50 ആണ്. ഇനി ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. അതായത് ടോപ്പ് 10 റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചത് 62.5% ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ 4 പേപ്പേഴ്സിലും നമ്മൾ പ്രോംപ്റ്റ് ചെയ്തതാണ്. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സിനൊക്കെ ഒരു 37.5% ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സിന് 62.5% ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ടോപ്പ് 10 ഒരു 25 പ്രോംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ആയിട്ട് പറയണമെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 40 പ്രോംപ്റ്റ്സ് നമ്മൾ ഷോർട്ട് നോട്ടും സബ് പാർട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതാണ് ഈ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2 പാസ് ഡ്രിൽസുകൾ ഉണ്ട്. അതായത് ഓരോ റിക്വയറിംഗ് ഐറ്റംസിന്, അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒരു ഓപ്പൺ ബുക്ക് സ്കാഫോൾഡിംഗ് പോലെ പാസ് 1 എന്ന് പറയുന്നത് അങ്ങനെയാണ്, പാസ് 2 എന്ന് പറയുന്നത് ക്ലോസ് ബുക്ക്, അതായത് എക്സാമിന്റെ സ്പീഡ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ക്ലോക്ക് ദ സ്ട്രക്ചർ, അതായത് നമ്മൾ ഔട്ട്ലൈന് 5 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഒരു 12 to 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ എഴുതുക. ഈ 20 മാർക്കിന് എസ്സേസ് നമ്മൾ എഴുതി തുടങ്ങാം. അപ്പോൾ ഒരു 10 മാർക്ക് ഷോർട്ട് നോട്ട്സിനും 3 മാർക്ക് ഔട്ട്ലൈനും 3 മിനിറ്റ് ഔട്ട്ലൈനും 7 മിനിറ്റ് നമ്മൾ എഴുതാനും ടാർഗറ്റ് ചെയ്യുക. അതിൽ ഡെഫിനേഷൻസ് 3-4 കീ പോയിന്റ്സുകൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടുകൾ എഴുതാൻ നോക്കാം. റീയൂസ് സ്കെൽട്ടൺസ്, അതായത് നമ്മളൊരു മോഡല് ഔട്ട്ലൈൻ ചെയ്യുക, അതിന്റെ ഹൈ ഫ്രീക്വൻസി തീം വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് മോഡൽ ഓഫ് ഹെൽത്ത് ഓർ സ്ട്രെസ് ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ വെക്കുക, മോഡൽ ഔട്ട്ലൈൻ വെക്കുക. അതായത് സ്വാപ്പ് ചെയ്യുക, നമ്മൾ ഈ എക്സാമ്പിൾസിനെ സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡെഫിനേഷൻസ് ഫാസ്റ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ഡയഗ്രാംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, ഇനി ടോപ്പിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രഡിക്ഷൻ അനാലിസിസ് ആണ് കേട്ടോ. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അപ്പിയറൻസ് അല്ലെങ്കിൽ ടോട്ടൽ പേപ്പേഴ്സുകൾ നമ്മൾ 100, അതായത് ടോട്ടൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റയിൽ 4 ഇൻ ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോക്കിൽ യൂണിറ്റ്, ടോപ്പിക്, പ്രോബബിലിറ്റി കാറ്റഗറി അങ്ങനെ രീതിയിൽ പോകും. അതായത് നമ്മൾ ഇപ്പൊ ഈ BPCG 173 എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി മെട്രിക്സ് നോക്കുന്ന സമയത്ത് ഡിസംബർ 2022 നിന്ന് ജൂൺ 2025 വരെ നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് 70%, മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 40 to 69%, ലോ എന്ന് പറയുമ്പോഴത്തേക്ക് 14 താഴെ എന്നുള്ള രീതിയിലാണ് കാണിക്കുക. നമുക്കത് നോക്കാം. അപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യൂണിറ്റ് 1 ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓർ ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നതാണ്, അപ്പിയറൻസ് 2 ആണ്, 4 പേപ്പേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി 50 ആണ്, മീഡിയം കാറ്റഗറി ആണ് കേട്ടോ, മീഡിയം ആയിട്ട് ചോദിച്ചതാണ്. ബ്ലോക്ക് 1 തന്നെ
വേറെ ടോപ്പിക് യൂണിറ്റ് 1 വേറെ ടോപ്പിക് ആണ് ഹെൽത്ത് ഇൽനെസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പിയറൻസ് 2 ആണ്, 4 പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി 50 ആണ്, മീഡിയം ആണ്. ഓക്കെ. സെക്കൻഡ് യൂണിറ്റിലെ മോഡൽ ഓഫ് ഹെൽത്ത് മെഡിക്കൽ ഹോളിസ്റ്റിക് ഒരു ബയോ സൈക്കോ സോഷ്യൽ എന്ന് പറയുന്നത് അപ്പിയറൻസ് 4 ആണ്. ടോട്ടൽ പേപ്പേഴ്സ് ഇവിടെയും 4 ആണ്. പ്രോബബിലിറ്റി 100 ആണ് കേട്ടോ. ഫുൾ പ്രോബബിലിറ്റി ആണ്, ഹൈ പ്രോബബിലിറ്റി ആണ് കാണിക്കുന്നത്. ഹൈ ആണ് കാറ്റഗറി വരുന്നത്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 വേറെ ടോപ്പിക് ആണ് ക്രോസ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ഹെൽത്ത്. അപ്പിയറൻസ് 1 ആണ്, 4 പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ട്. 25 ആണ് പ്രോബബിലിറ്റി വരുന്ന. കാറ്റഗറി വളരെ ലോ ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 കൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അപ്പിയറൻസ് 1 ആണ്. ടോട്ടൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 25 ആണ്. കാറ്റഗറി എന്ന് പറയുന്നത് വളരെ ലോ ആണ് കേട്ടോ. ബ്ലോക്ക് 2 നമ്മളെ യൂണിറ്റ് 3 മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പിയറൻസ് കാണിച്ചത് 2ഉം പേപ്പേഴ്സ് എന്ന് പറയുന്നത് 4ഉം. പ്രോബബിലിറ്റി 50 ആണ്, മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 4 സ്ട്രെസ് പ്രോണസ് ഫാക്ടേഴ്സ് മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നതിന്റെ അപ്പിയറൻസ് 1 ആണ് ഓരോന്നിനും കാണിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് 4 പേപ്പേഴ്സിലുണ്ട്. ഇതിന്റെ പ്രോബബിലിറ്റി 25 ആണ്. 2 ടോപ്പിക്സിന്റെയും ലോ കാറ്റഗറിയാണ് രണ്ടും. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 5 എഫക്ട്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്, അതായത് പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി ഓർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്. ഇതിന്റെ അപ്പിയറൻസ് 2 ആണ്. 4 ആണ്, 4 പേപ്പേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. 50 പ്രോബബിലിറ്റി ആണ്, മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ടോപ്പിക് ആണ് കോപ്പി ഗോൾസ് ആൻഡ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. നമ്മുടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് 2 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 4 പേപ്പേഴ്സിലുണ്ട്. 50 ആണ് പ്രോബബിലിറ്റി വരുന്നത്, മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 ടോപ്പിക് ആണ് റിലാക്സേഷൻ ഓർ മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ് ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ടോപ്പിക്സ്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 4 പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. 75 ആണ് പ്രോബബിലിറ്റി വരുന്നത്, ഹൈ കാറ്റഗറി ആണ് കേട്ടോ. ബ്ലോക്ക് 3 യൂണിറ്റ് 8 കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, അത് അപ്പിയർ ചെയ്തിട്ടുള്ള 1 പ്രാവശ്യമാണ്. 4 പേപ്പേഴ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 25 പ്രോബബിലിറ്റി ആണ്, ലോ കാറ്റഗറി ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 8 ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് അപ്പിയർ ചെയ്തിട്ടുള്ളത് 2 ആണ്. 4 പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു. 4 ടോട്ടൽ പേപ്പേഴ്സിലാണ് കാണിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി 50 ആണ്, മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 ടോപ്പിക് ആണ് ഒബിസിറ്റി ഓർ ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ആൻഡ് ഡയറ്റ്. അപ്പിയറൻസ് 3 ആണ്. ടോട്ടൽ പേപ്പേഴ്സ് 4 ആണ്. 75 പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 സെക്ഷൽ ഹെൽത്ത് കൺസെപ്റ്റ് ആൻഡ് പ്രോബ്ലംസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പേപ്പേഴ്സ് 4 ആണ്. പ്രോബബിലിറ്റി 50 ആണ്, മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 അക്യൂട്ട് ആൻഡ് ക്രോണിക് പെയിൻ ടോപ്പിക്കിൽ അപ്പിയറൻസ് 1 ആണ്. ടോട്ടൽ പേപ്പർ 4 ആണ്. 25 ആണ് പ്രോബബിലിറ്റി, ലോ കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10ഉം അതേപോലെ യൂണിറ്റ് 11 2 ടോപ്പിക്സും, അതായത് ക്രോണിക് ഇൽനെസ്സും സൈക്കോസൊമാറ്റിക് ഓർ സൊമാറ്റിക് സിംറ്റം ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് യൂസ്, ഡ്രഗ് അബ്യൂസ്, ഈ 3 ടോപ്പിക്സും അപ്പിയറൻസ് 2ഉം ടോട്ടൽ പേപ്പേഴ്സ് 4ഉം 50 ആണ് പ്രോബബിലിറ്റി 3 ടോപ്പിക്സിനും വരുന്നത്, മീഡിയം റെലവന്റ് ആണ്. ഓക്കെ. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അപ്പിയറൻസ് 3ഉം ടോട്ടൽ പേപ്പേഴ്സ് 4ഉം 75 ആണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്, ഹൈ കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 12 ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അപ്പിയറൻസ് 2ഉം ടോട്ടൽ പേപ്പേഴ്സ് 4ഉം 50 ആണ് പ്രോബബിലിറ്റി വരുന്നത്, മീഡിയം റെലവൻസ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 എക്സസൈസ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക് 0 ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ പേപ്പേഴ്സ് 4 ആണ്. പ്രോബബിലിറ്റി 0 ആണ്, ലോ ആണ് കാറ്റഗറി. ബ്ലോക്ക് 3 യൂണിറ്റ് 7 and 12 യോഗ ആൻഡ് ആസന. ഓക്കെ, ഇതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ പേപ്പേഴ്സ് 4 ആണ്. പ്രോബബിലിറ്റി 25 ആണ്. അതേപോലെ തന്നെ ലോ കാറ്റഗറി ആണ്. ബ്ലോക്ക് 1, 2 ഇതിലെ മോഡൽസ് ഓഫ് ഹെൽത്ത് മെഡിക്കൽ ഓർ ഹോളിസ്റ്റിക് ബയോ സൈക്കോ സോഷ്യൽ, ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ. ബ്ലോക്ക് 3 യൂണിറ്റ് 7 റിലാക്സേഷൻ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ബയോ ഫീഡ്ബാക്ക്, ഇതിന്റെ പ്രോബബിലിറ്റി 75 ആണ്. ഈ ടോപ്പിക്സ് ഒക്കെ ഹൈ റെലവന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 ഒബിസിറ്റി ഓർ ഡയറ്റ് റിലേറ്റഡ് ഇൽനെസിന്റെ പ്രോബബിലിറ്റിയും ഹൈ ആയിട്ടാണ്, റിപ്പീറ്റഡ് ആയിട്ട് റിക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 12 ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം, ഇതിന്റെ പ്രോബബിലിറ്റി 75 ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹെൽത്ത് ഇൽനെസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മീഡിയം ആയിട്ട് കാണിച്ചതാണ്, 50 ആണ് ഇതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ. ഇനി ബ്ലോക്ക് 2 തന്നെ, അതായത് ബ്ലോക്ക് 2 തന്നെ
യൂണിറ്റ് 3 ബ്ലോക്ക് 2 യൂണിറ്റ് 3 സോഴ്സ് ഓർ മെഷർമെന്റ് ഓഫ് സ്ട്രെസ്സിൽ 50% ആയിട്ട് 50 ആണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്. അതിന്റെ മീഡിയം റെലവൻസ് ആണ് കേട്ടോ. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഇഫക്ട് ഓഫ് സ്ട്രെസ് പെർഫോമൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓർ റിലേഷൻഷിപ്പ്. ഇത് 50% ആണ് കാണിച്ചിട്ടുള്ളത്. 50% ആണ് കാണിച്ചിട്ടുള്ളത്. ഇതും എന്താണ് മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 സെക്ഷൽ ഹെൽത്ത് കൺസെപ്റ്റ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, 50% ആണ് പ്രോബബിലിറ്റി, മീഡിയം ആണ് കേട്ടോ. ബ്ലോക്ക് 3 യൂണിറ്റിൽ 6 and 8 എന്ന് പറയുന്നത് കോപ്പിംഗ് സ്റ്റൈൽസ് ടൈം മാനേജ്മെന്റ്. ഇത് 50 ആണ് പ്രോബബിലിറ്റി, മീഡിയം ആണ് കാണിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 10, 11, 12 ക്രോണിക് ഇൽനെസ് സൈക്കോസൊമാറ്റിക് ഓർ സൊമാറ്റിക് സിംറ്റംസ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് സബ്സ്റ്റൻസ് യൂസ്. 50 ആണ് പ്രോബബിലിറ്റി, മീഡിയം റെലവെന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ടു ഡു, കറക്റ്റ് ആയിട്ട് എന്താണ് എക്സാക്ട് ആയിട്ട് ചെയ്യേണ്ടത്, നമ്മൾ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് കേട്ടോ. ടയർ എ, അതായത് ഹൈ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് 70% എബോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇതൊക്കെയാണ് മോഡൽസ് ഓഫ് ഹെൽത്ത് ആണ് കേട്ടോ. കമ്പയർ മെഡിക്കൽ ഓർ ഹോളിസ്റ്റിക് ഓർ ബയോ സൈക്കോ സോഷ്യൽ, റിലാക്സേഷൻ ഓർ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഒബിസിറ്റി ഓർ ഫുഡ് ആൻഡ് ഡയറ്റ്, ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഹൈ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇതിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു പേജ് സമ്മറി ഷീറ്റ് ഉണ്ടാക്കുക, നമ്മൾ 400 വേർഡ്സിന് പ്രാക്ടീസ് ചെയ്യുക, ഹെഡിങ്സും ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട്, കമ്പാരിസൺ ടാബിൾസ്, ഫ്ലോ ചാർട്ടുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഓരോ ടീച്ച് ബാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത്, അപ്പോൾ നമ്മൾ ഫ്ലാഷ് കാർഡ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യും, നമ്മൾ ഡെഫിനിഷൻസിന് വേണ്ട ഫ്ലാഷ് കാർഡുകളൊക്കെ പ്രിപ്പയർ ചെയ്യും, നമുക്ക് പഠിക്കാൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട്. ടയർ ബിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മീഡിയം റെലവെന്റ് ആയിട്ട് ചോദിച്ചതാണ്. 40 to 69% വരെ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. അതിൽ നമുക്കുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹെൽത്ത്, ഇൽനെസ്, കോണ്ടിനം, സോഴ്സ് ഓർ മെഷർമെന്റ് ഓർ എഫക്ട് ഓഫ് സ്ട്രെസ്, കോപ്പിംഗ് സ്റ്റൈൽസ്, ടൈം മാനേജ്മെന്റ്, സെക്ഷൽ ഹെൽത്ത്, ക്രോണിക് ഇൽനെസ്, സൈക്കോസൊമാറ്റിക് ഓർ സൊമാറ്റിക് സിംറ്റംസ്, സബ്സ്റ്റൻസ് യൂസ്, ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്. ഇതിന്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് 2 ടൈം സെറ്റുകൾ ഉണ്ടാവും ഓരോ തീമിന്. അതായത് നമ്മൾ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാം, നമ്മളൊരു 12 to 15 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ 20 മാർക്സിനുള്ള രീതിയിൽ എഴുതുക. ഒരു ഔട്ട്ലൈൻ ആണെങ്കിൽ 3 മിനിറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ട് 7 മിനിറ്റ് കൊണ്ട് നമ്മൾ 10 മാർക്കിന് എഴുതാന്നുള്ള രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, സെനാറിയോസ് ഒക്കെ വെച്ചിട്ട്, നമ്മൾ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി ടയർ സി എന്ന് പറയുന്നത് ലോ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണത്, ക്രോസ് കൾച്ചർ പെർസ്പെക്ടീവ്സ്, സ്ട്രെസ് പ്രോണസ് ആൻഡ് മോഡറേറ്റേഴ്സ്, അക്യൂട്ട് ആൻഡ് ക്രോണിക് പെയിൻ, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, യോഗാസ് ഓർ ആസനാസ്, എക്സസൈസ് ആൻഡ് ന്യൂട്രീഷൻസ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്വിക്ക് ആയിട്ട് ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുക. അതായത് ഡെഫിനേഷൻസ്, 3-4 ബുള്ളറ്റുകൾ, എക്സാംസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റിവൈസ് ചെയ്ത് പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻസിന് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മള് നമ്മുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ്, ഒരു ഫുഡ് നോട്ട്സുകൾ നമ്മൾ ഹൈ ഒരു മീഡിയം ടോപ്പിക്സ് വെച്ചിട്ട് ഒരു 1 ലൈൻ റാഷണൽ ഫുഡ് നോട്ട്സുകൾ. ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് മോഡൽസ് ഓഫ് ഹെൽത്ത്. ഇത് നമ്മളെ 4 പേപ്പേഴ്സിൽ 4 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തേതാണ് റിലാക്സേഷൻ ഓർ മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ് ബൈ ഫീഡ്ബാക്ക്. 4 പേപ്പേഴ്സിൽ 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡിസംബർ 2022 ജൂൺ 23 ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 25 മാത്രമേ ചോദിക്കാതിരുന്നിട്ടുള്ളൂ കേട്ടോ. മൂന്നാമത്തെയാണ് ഒബിസിറ്റി ഓർ ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ആൻഡ് ഡയറ്റ്. 4 പേപ്പേഴ്സിൽ 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ചോദിക്കാത്തൊരു വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ 2023 ചോദിക്കാത്തത്. ഓക്കെ, നാലാമത്തെ ടോപ്പിക്കാണ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം. അതിലും 4 പേപ്പേഴ്സിൽ 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2023 ജൂണിലാണ് ചോദിക്കാത്തത് കേട്ടോ. അഞ്ചാമത്തെയാണ് ഹെൽത്ത് ഓർ ഇൽനെസ് ക്വാണ്ടിനം. ഇതിൽ 4 പേപ്പേഴ്സിൽ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡിസംബർ 2022 ജൂൺ 25. ആറാമത്തെ ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഓർ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്. അതായത് 4 പേപ്പേഴ്സിൽ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസംബർ 2022 ജൂൺ 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏഴാമത്തെയാണ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ്. നമ്മൾ 4 പേപ്പേഴ്സിൽ ഇതും 2 തവണ ചോദിച്ചിട്ടുണ്ട്. 2 പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും സെയിം ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എട്ടാമത്തെ ടോപ്പിക്കാണ് ഇഫക്ട് ഓഫ് സ്ട്രെസ്. നമ്മളെ പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി, റിലേഷൻഷിപ്പ്. 4 പേപ്പേഴ്സിൽ എന്താണ് 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡിസംബർ 2022 24 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സെക്ഷൽ ഹെൽത്ത്, അതായത് കൺസെപ്റ്റ് ആൻഡ് പ്രോബ്ലംസ്. ഇത് 4 പേപ്പേഴ്സിൽ 2 ചോദിച്ചിട്ടുള്ളത്. ജൂൺ 23 ആൻഡ് ജൂൺ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10ാമത്തെ, അതായത് നമ്മളെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ലാസ്റ്റ് അല്ല, നമ്മളെ 10ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പിംഗ്
ഗോൾസ് ആൻഡ് സ്റ്റൈൽസ് 4 ഔട്ട് ഓഫ് 4 പേപ്പേഴ്സിൽ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 2023 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു. 11 ടൈം മാനേജ്മെന്റ് ഔട്ട് ഓഫ് 4 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 ഡിസംബറിലും ജൂൺ 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നു. 12 ക്രോണിക് ഇൽനെസ്, അതായത് 4 പേപ്പേഴ്സിൽ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ 2024 ജൂൺ 2025. 13 സൈക്കോസമാറ്റിക് ഓർ സൊമാറ്റിക് സിംറ്റം ഡിസോർഡേഴ്സ് എന്ന ടോപ്പിക്. നമ്മൾ 4 പേപ്പേഴ്സിൽ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസംബർ 2022 ജൂൺ 2025 എക്സാം സെഷൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 14 ടോപ്പിക്കാണ് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്. ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് 4 പേപ്പേഴ്സിൽ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 2023 ഡിസംബർ 2024 എക്സാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 15 ടോപ്പിക്കാണ് സബ്സ്റ്റൻസ് യൂസ് ഓർ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. 4 2 പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 2023 ഡിസംബർ 2024. ഇനി നമ്മൾ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഈ 4 വർഷത്തെ ഈ 4 പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. അതായത് ഇതിൽ കണ്ട നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 മാർക്കാണ്. 3 ഹവേഴ്സിനാണ് നമ്മുടെ എക്സാം വരുന്നത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ നമ്മുടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിലും അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്. വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 400 ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്. ഓക്കെ. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ 10+10. ഓക്കെ. ഡിഫൈൻ ഹെൽത്ത് ആൻഡ് വെൽബീങ് ആൻഡ് സിറ്റുവേറ്റ് ദം ഓൺ ദ ഹെൽത്ത് ഇൽനെസ് കോണ്ടിനം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ബി സെക്ഷൻ ആണ്. കമ്പയർ വെസ്റ്റേൺ, ഈസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ പെർസ്പെക്ടീവ്സ് ഓൺ ഹെൽത്ത്, ബ്രിങ്ങിങ് ഔട്ട് പോയിന്റ്സ് ഓഫ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. സിലബസ് മാപ്പിംഗിലൂടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക്സ് ആണ് കേട്ടോ ഇത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതും 10+10 എന്നുള്ള രീതിയിൽ. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യന് 10 മാർക്കാണ് കേട്ടോ. ഡിസ്കസ് ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു സ്ട്രെസ് പ്രോൺനെസ്. അതായത് എക്സാമ്പിൾ ടൈപ്പ് A, behavior, hostility, perfectionism, procrastination, learned helplessness or pessimism. B എന്ന് പറയുന്നത് explain moderators of stress and their mechanism of influence on health outcomes. നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 സ്ട്രെസ് പ്രോൺനെസ് ഫാക്ടേഴ്സ് മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെയാണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് about 200 വേർഡ്സ് ഈച്ച് 10+10 എന്നുള്ള രീതിയിൽ. എ എന്ന് പറയുന്നത് പ്രൊആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡിംഗ് കോപ്പിംഗ്, ഡെഫിനേഷൻ, കോൺട്രാസ്റ്റ് ആൻഡ് ടിപ്പിക്കൽ അപ്ലിക്കേഷൻസ്. ബി എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്, കോർ പ്രോസസ്സസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് എമംഗ് സ്ട്രെസ് മാനേജ്മെന്റ് അപ്രോച്ചസ്. നമ്മളെ ബ്ലോക്ക് 3 യൂണിറ്റ് 6 കോപ്പിംഗ് സ്റ്റൈൽസും പ്രൊആക്റ്റീവ് ആൻഡ് അവോയ്ഡന്റ് വരുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 മൈൻഡ്ഫുൾനെസ് വരുന്നത്. ഓക്കെ. അങ്ങനെയാണ് ഈ എ ബി എന്ന് പറഞ്ഞ് നമ്മൾ 10+10 എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ 5+15 എന്നുള്ള രീതിയിലാണ് കേട്ടോ. എ സെക്ഷന് 5 മാർക്കും ബി എന്ന് പറയുന്നതിന് 15 മാർക്സും ആണ് ഉള്ളത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ ടൈം മാനേജ്മെന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ബി എക്സ്പ്ലെയിൻ മേജർ ടെക്നിക്സ് ഓഫ് ടൈം മാനേജ്മെന്റ് വിത്ത് റെലവന്റ് എവറിഡേ ഇല്ലുസ്ട്രേഷൻസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ടോപ്പിക് ആണ് ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സെക്ഷൻ ബി 5+15 എന്നുള്ള പാറ്റേൺ ആണ്. 5th ക്വസ്റ്റ്യനിലെ എ ഡിഫൈൻ സെക്ഷൽ ഹെൽത്ത് വിത്തിൻ എ ഹെൽത്ത് സൈക്കോളജി ഫ്രെയിംവർക്ക്. B. Discuss 2 common problems related to sexual health in the late adolescence or young adulthood and outline assessment and intervention consideration. നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 9 പ്രോബ്ലംസ് റിലേറ്റഡ് ടു സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിലെയാണ് കേട്ടോ. ഇനി 6th ക്വസ്റ്റ്യൻ ആണ് 20 മാർക്സ് ആണ്. അപ്പൊ ഈ 20 മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസന്റ് എ ബയോസൈക്കോ സോഷ്യൽ അക്കൗണ്ട് ഓഫ് ക്രോണിക് ഇൽനെസ് ഫോക്കസിംഗ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് ടാസ്ക്, അദർനെസ്, self-management, role changes and purpose, a brief multi-component intervention and aimed at improving quality of life. നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 10 ക്രോണിക് ഇൽനെസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ. 7th ക്വസ്റ്റ്യൻ 10+10 എന്നുള്ള രീതിയിൽ. എക്കും ബിക്കും 10 മാർക്സ് ഈച്ച് ആണ് കേട്ടോ. എ ഡിഫറൻഷിയേറ്റ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് ഫ്രം സൊമാറ്റിക് സിംറ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് വിത്ത് അറ്റൻഷൻ ടു അസസ്മെന്റ് കൺസിഡറേഷൻ. ബി ഔട്ട്ലൈൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രൈമറി കെയർ മാനേജ്മെന്റ് പ്ലാൻ സ്യൂട്ടബിൾ ഫോർ ലോ റിസോഴ്സ് സെറ്റിംഗ്സ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഓക്കെ. 8th ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് അബൌട്ട് 200 വേർഡ്സ് ഈച്ച് 10+10 എന്നുള്ള രീതിയിൽ കേട്ടോ. 10 മാർക്സ് ആണ് ഈച്ച് എ ആൻഡ് ബി എന്നുള്ളത്. A. Factors associated with obesity, biological, behavioral and environmental contributors. B. Hope and optimism, concept and their
റോൾ ഇൻ റിക്കവറി ആൻഡ് ലോങ് ടേം വെൽബീങ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ഡയറ്റ് ഒബിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഉള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം എന്ന് പറയുന്ന ടോപ്പിക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടെ തന്നെ നമ്മുടെ എന്താണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്ന സീരീസിൽ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആപ്പ് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കാം, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും, നമ്മുടെ എക്സാംസ് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതോടുകൂടെ കിട്ടും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുക, ആദ്യം ആൻസർ ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.